ബഹുവചനമാണ്. വൽ ഖബായിതു ജമ്മു ഖബീസത്തിൻ, ഖബീസത്ത് എന്ന പെൺകൊതു എന്ന അർത്ഥമുള്ള, ഇയാൾക്ക് പെൺകൊതുവാക്കില്ലേ ആണ്, പെൺപിശാചി എന്ന അർത്ഥമുള്ള അതിന്റെ വ്യാഖ്യാനമാണ് ഖബായിസ്, ബഹുവചനമാണ് പെൺപിശാചുക്കൾ. യുരീദു ദുക്റാന ശയാത്തീനി വ ഇനാതഹും ഖാലഹുൽ ഖത്താബി വഇബ്നു ഹിബ്ബാൻ വഗൈറുഹുമാ. മുൻകാല മുഹദ്ദിസുകളായ ഇമാം ഖത്താബിയും ഇബ്നു ഹിബ്ബാനും മറ്റു മുഹദ്ദിസുകളും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ആൺകൊതുകുകളും ആൺപിശാചുക്കളും പെൺപിശാചുക്കളും എന്നാണ്. അവരാരും ആൺകൊതുവും പെൺകൊതുവും പറഞ്ഞിട്ടില്ല. കൊതുകിന്റെ ശല്യം അന്നുണ്ട്, മനസ്സിലായില്ലേ? രോഗം പകർത്തുന്നത് കൊതുകാണെന്ന നിലക്ക് വലിച്ചു നീട്ടി വ്യാഖ്യാനിച്ചിട്ട് ഖുബൂസ് വൽ ഖബായിസ് എന്ന് വ്യാഖ്യാനിക്കാണ്. പക്ഷേ ഇവിടെ ഒരു സ്ഥലത്ത് ശംസുദ്ദീൻ ബാലത്ത് പ്രസംഗിച്ചപ്പോ ഇവിടൊക്കെ ചിലർ ബാക്ടീരിയയും കൊതു ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഖുബൂസ് ഖബായിസിനെ ബാക്ടീരിയ ആക്കിയില്ലേ എന്നും പറഞ്ഞിട്ട് പിന്നെ അയിമ പിടിച്ച് വ്യാഖ്യാനിക്കാം. ഖുബൂസ് ഖബായിസിന് ഇയാൾ ബാക്ടീരിയ എന്നല്ല പറഞ്ഞത്, ആൺകൊതും പെൺകൊതും എന്നാ പറഞ്ഞത്. ഇത് ഫത്ഹുൽ ബാരിയുടെ വാക്യമാണ് ഞാൻ വായിച്ചത്. ഇത് ഫത്ഹുൽ ബാരിയിൽ മാത്രമല്ല, ഈ ഹദീസ് ഔനുൽ മഅബൂദ്, അതായത് അബൂദാവൂദിന്റെ ശറഹിലും ഇത് വന്നിട്ടുണ്ട്. അവിടെ അതിന്റെ വ്യാഖ്യാനം കൊടുത്തടുത്ത് സുയൂത്തിയും മറ്റുമൊക്കെ ഈ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. ഔനുൽ മഅബൂദില് അബ്ദുൾ റസാഖുൽ അലീമാബാദി എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ ഒരു സലഫി പണ്ഡിതനുണ്ട്. അദ്ദേഹം ഈ വാക്ക്, ഖത്താബിയുടെ ഈ വാക്ക് തന്നെ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഈ അർത്ഥം തന്നെ യുരീദു ദുക്റാന ശയാത്തീനി വ ഇനാസഹും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മളെ കരിമ്പിലാക്കല് പറയുന്ന എന്താ വെച്ചാല്, അങ്ങനെയാണെങ്കിൽ ഖബീസൂന ലിൽ ഖബീസാത്തി വൽ ഖബീസാത്തു ലിൽ ഖബീസീന എന്നൊക്കെ സൂറത്തുൻ നൂറിലുണ്ടല്ലോ, അവിടെ ഇന്ന് ആൺപിശാജ് പെൺപിശാജ് എന്ന് നിങ്ങൾ പറയണ്ടേന്നാ. ഒന്ന് കേൾപ്പിച്ചോട്. ഖുർആൻ മറിച്ചു നോക്കിയാൽ ഇടങ്ങാറാവൂല്ലോ മൗലമാരെ, ഇടങ്ങാറാവൂലേ? ഖുർആൻ എന്താ പറഞ്ഞത്? അൽ ഖബീസാത്തു ലിൽ ഖബീസീൻ വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്. ശംസുദ്ദീൻ പറഞ്ഞ അർത്ഥപ്രകാരം എന്തായിരിക്കും? ആൺപിശാചുക്കൾ പെൺപിശാചുക്കൾക്ക്, പെൺപിശാചുക്കൾ ആൺപിശാചുക്കൾക്ക്. അങ്ങനെ തന്നെ അർത്ഥം? അങ്ങനെ തന്നെയാണോ? അൽ ഖബീസാത്തു ലിൽ ഖബീസു ലിൽ ഖബീസൂൻ വൽ ഖബീസൂന ലിൽ ഖബീസാത്ത് അത്വയ്യിബാത്തു ലിത്വയ്യിബൂൻ ലിത്വയ്യിബീൻ വത്വയ്യിബൂന ലിത്വയ്യിബാത്ത് എന്നൊക്കെ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ കാണേ. ഖുർആൻ ഓതി നോക്കണ്ടേ? അപ്പൊ നമുക്കൊന്നും ഖുർആൻ തിരിയില്ല, മൂപ്പർക്ക് മാത്രം അപ്പൊ ഖുർആൻ തിരിഞ്ഞേ. ഈ പറഞ്ഞ ഖത്താബിക്കോ നവവിക്കോ ഇബ്നു ഹജറിനോ സുയൂത്തിക്കോ സിന്ദിക്കോ കഴിഞ്ഞു പോയ മുഹദ്ദിസുകൾക്ക് ആർക്കും ഖുർആൻ തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരൊക്കെ എന്ത് പറഞ്ഞ്? ആൺപിശാജും പെൺപിശാജും എന്ന് പറഞ്ഞ്. ആ വാക്ക് ഖുർആനിൽ ഉപയോഗിച്ച അർത്ഥം ഏതാണ്? ഹദീത്തിൽ ഉപയോഗിച്ച അർത്ഥം ഏതാണ്? ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്ത് സയ്യിദ് ബിൻ അർഖമിൽ നിന്നും അതുപോലെ അനസ് നദർ ബിൻ അനസ് അൻ സയ്യിദ് ബിൻ അർഖം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ തുടക്കം എന്താ അറിയോ? ഇന്ന ഹാദിഹിൽ ഹുശൂശ മുഹ്തലറത്തുൻ, ഈ വിസർജന സ്ഥലങ്ങൾ അവിടെ പിശാചുക്കൾ ഹാജരാകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വിസർജന സ്ഥലത്ത് വന്നാൽ അവൻ പറയട്ടെ അഊദു ബില്ലാഹി മിനൽ ഖുബൂസി വൽ ഖബായിസീൻ. അപ്പൊ അതുകൊണ്ട് അവിടെ വ്യക്തമാണ്, അവിടെ മുഹ്തലറത്തുൻ എന്ന് പറഞ്ഞാൽ തഹ്ലുറുഹൽ ശയാത്തീനു വൽ ജിൻ എന്നാണ്. ഐ തഹ്ലുറുഹൽ ജിന്നു വശയാത്തീൻ വതൻതാബുഹാ ലിഖസ്ദിൽ അദാ. വിസർജന സ്ഥലങ്ങളിൽ പിശാചുക്കളും ജിന്നുകളും ഉണ്ടാകും, മനുഷ്യനെ ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചു വന്നത്. അതുകൊണ്ടാണ് റസൂൽ അങ്ങനെ പറയാൻ പറഞ്ഞത്. അപ്പൊ ആ മുഖവരിയോടുകൂടി പറയുമ്പോ അവിടെ അത് തന്നെ അർത്ഥം പറയാൻ പറ്റുള്ളൂ. ആ ഹദീസിന്റെ മറ്റ് റിവായത്തുകൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് മുഹദ്ദിസുകൾ അതിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഖുബൂസ് എന്ന് ഉപയോഗിച്ചാൽ മ്ലേച്ഛ എന്ന അർത്ഥമുണ്ട് എന്നൊരു ഭാഷാർത്ഥം അവിടെ പറഞ്ഞതുമ്പോ പിടിച്ചു തൂങ്ങിയിട്ട് അതിന് ആൺകൊതു പെൺകൊതുവാക്കാണ്. ഇത് നസായിയുടെ ശറഹില് സുയൂത്തി വ്യക്തമാക്കിയിട്ടുണ്ട്, അതുപോലെ സിന്ധിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം അഹ്ലുൽ ഹദീസിന്റെ പണ്ഡിതന്മാരും മുൻഗാമികളായ മുഹദ്ദിസുകളുമാണ്. അവരൊക്കെ പറഞ്ഞ അർത്ഥത്തെ മാറ്റിമറിക്കേണ്ട യാതൊരു ആവശ്യവും ഇവിടെല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊരു തരത്തിലുള്ള പിശാച് നിഷേധത്തിലേക്കാണ് ഇയാൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പറഞ്ഞ അർത്ഥം എന്നിട്ട് ഇയാൾ പരിഹസിക്കുന്നട്ടങ്ങള് ആൺകൊതും പെൺകൊതും അവിടെ എന്താ കാട്ടുക? പിടിച്ചേക്കേ. വേറെ പരിസംഗത്ത് ചോദിക്കുന്നുണ്ട്, ആൺകൊതും പെൺകൊതും അവിടെ മധുവിധ ആഘോഷിക്കുക കക്കൂസിലെ. എന്താ ഇയാൾക്ക് എല്ലാത്തിനും ഒരു പൈങ്കിളിത്തം നൽകിയിട്ട് അതിനാണ് പരിഹസിക്കലാണ് ഇയാളുടെ സ്വഭാവം. ഇയാളപ്പോ വലിയ മുഹദ്ദിസ്. റസൂലുള്ള പറഞ്ഞതിനെ നമുക്കറിയില്ല എന്താ ആൺപിശാചും പെൺപിശാചും രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. റസൂല് പറഞ്ഞിടത്ത് നിൽക്കുക, നമ്മളെ വക സ്വന്തം വ്യാഖ്യാനങ്ങൾ നൽകാതിരിക്കുക. അതാണ് യഥാർത്ഥത്തിൽ സലഫികൾ ചെയ്യുന്നത്. എന്നിട്ട് കരിമ്പിലാക്കൽ പറയുന്നുണ്ട്, അബ്ദുല്ലക്ക് സുല്ലമി അൽമനാറിൽ പറഞ്ഞിട്ടുണ്ട് മ്ലേച്ഛത എന്ന അർത്ഥമുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്
അത് രോഗങ്ങളിൽ നിന്ന്, വിസർജന സ്ഥലത്ത് നിന്ന് പകരാനിടയുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷ തേടുകയാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അബ്ദുല്ലക്ക് സുല്ലമി പരത്തി പറഞ്ഞു, അബ്ദുസ്സലാം സുല്ലമി ഒതുക്കി പറഞ്ഞു. എങ്ങനെയുണ്ട്? അദ്ദേഹം കൊതു എന്ന് പറഞ്ഞോ? അപ്പോ മ്ലേച്ഛത എന്ന അർത്ഥം പറഞ്ഞവരും അതിനെ കൊതുവായി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടില്ല. എല്ലാത്തരം മ്ലേച്ഛതകളിൽ നിന്നും മലിന വസ്തുക്കളിൽ നിന്നും രക്ഷപ്പെടാ എന്നേ അവര് ആ ഹുബസ് എന്ന വാക്കിന്റെ ബാഇനെ സുക്കൂനായി പരിഗണിച്ച അർത്ഥം പറഞ്ഞവരും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് കൊതുവാക്കി വ്യാഖ്യാനിച്ചതോടുകൂടി ആ പ്രാർത്ഥനയ്ക്ക് തന്നെ പ്രസക്തി ഇല്ലാതായി എന്നതാണ് വാസ്തവം. ഇത് പറയുമ്പോ എന്താ, ഇതൊക്കെ ഇപ്പൊ എഴുതിയതാ? ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന കാലത്ത് തന്നെ അയാൾ എഴുതിയിട്ടില്ലേ? അന്ന് ഇതിനെ ഉള്ളിൽ വെച്ച് നമ്മളൊക്കെ എതിർത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് അയാളുടെ മാത്രം അയ്യൂബി ബുക്ക് ഹൗസ് പ്രസിദ്ധീകരിച്ച അയാളുടെ ഒരു സ്വന്തം ബുക്ക്, അയാളെ സ്വന്തം വ്യാഖ്യാനം, അത് അങ്ങനെ ഒരു ബേസിൽ തള്ളിയിരിക്കുന്നു. ഇപ്പൊ അയാളെ ന്യായീകരിച്ച് ഇവർ രംഗത്ത് വന്നു. ഇവർ ന്യായീകരിച്ച് രംഗത്ത് വന്നു എന്ന് മാത്രമല്ല, ഇവരുടെ ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ CP അദ്ദേഹമാണ് ഇതിന്റെ എന്തിരിക്കുന്നത്, ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് എന്ന് മാത്രമല്ല, ഇവരിറക്കിയ ഡോക്യുമെന്ററിയിൽ CP അയാളെ ന്യായീകരിച്ച് താങ്ങുന്നത് കേട്ടോളൂ. ഇതിൽ സലാം മൗലവിനെ ഒറ്റപ്പെടുത്തി വിമർശിക്കാനുള്ള ഒരു നയമാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചിട്ടുള്ളത്. സലാം മൗലവി ഹദീദ് നിഷേധിക്കുന്നു, അയാൾ ഹദീദ് നിഷേധിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ കാര്യത്തിൽ ഒരിക്കലും സലാം സുല്ലമിയെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം സലാം സുല്ലമി ഹദീദ് നിഷേധിയല്ല. കാരണം ഹദീദ് നിഷേധികൾക്ക് മറുപടിയായി സലാം സുല്ലമിനെ പോലെ കേരളത്തിൽ പണ്ഡിതനും പ്രതികരിച്ചിട്ടില്ല. പുസ്തകങ്ങൾ രചിച്ചിട്ടും പ്രസംഗിച്ചിട്ടും ലേഖനങ്ങൾ എഴുതിയിട്ടും സലാം സുല്ലമിയെ ഒറ്റപ്പെടുത്താൻ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. സലാം സുല്ലമി ഹദീദ് നിഷേധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ സലാം സുല്ലമി ഒരിക്കലും ഹദീദ് നിഷേധിയല്ല. മാത്രമല്ല, ഹദീദ് നിഷേധികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഹദീദിന്റെ പ്രാമാണികത സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തമായിട്ടുള്ള സേവനങ്ങൾ കേരളത്തിൽ വേറെ ആരും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് പറയാം. അപ്പോ ഞങ്ങൾ താങ്ങും, അയാൾ ഹദീദ് നിഷേധിയല്ല.